അല്ല, അവര് ധനസഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു. ധനസഹായം ഇപ്പൊ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു നീ അക്സെപ്റ്റ് ചെയ്യും? എന്ത് മര്യാദയായിട്ട് വർത്താനം പറയുന്നത്? എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, അവരും അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കാനാ. അല്ല, ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഷിംജിത എന്ന് പറയുന്ന അതിന്റെ മോളുടെ കേസ് അങ്ങനെ കൂടുതൽ വഴിത്തിരിവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ ഒരു വിഷയം നടക്കുന്ന ആ സമയത്ത് നമ്മുടെ ഷിംജിത കൊച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോലീസിൽ എനിക്ക് അറിയാവുന്ന ഒരു പോലീസുകാരനെ വിളിച്ചു പറഞ്ഞെന്ന്. ആ പറഞ്ഞ പോലീസുകാരനാണോ ഈ പോലീസുകാരനെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഷിംജിത അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് സ്റ്റേഷനിലെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഈ ഒരു പോലീസുകാരനും ഷിംജിതയും തമ്മിൽ കമ്പനി ഉണ്ടോ എന്ന് ഡൗട്ട് ഇല്ലാതില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. FIRന്റെ കോപ്പി ഞാനൊന്ന് കൊടുക്കാം, നിങ്ങൾ വായിച്ചാൽ മതി കാര്യങ്ങൾ. പക്ഷേ ഈ FIRന്റെ കോപ്പി കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവം കൊടുക്കാം. അരുൺ VR SI സബ് ഇൻസ്പെക്ടർ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര്, റാങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി FIRന്റെ കേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഈ അരുൺ VR എന്ന പേര് നിങ്ങൾ കണ്ടല്ലോ, SI ആണ്, സബ് ഇൻസ്പെക്ടർ ആണ്. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. നല്ല കാര്യം, അന്വേഷിക്കട്ടെ, ആരായാലും അന്വേഷിക്കണം. പക്ഷെ ഇവിടെ ഒരു വിഷയം, ഇവിടെ ഷിംജിത അന്ന് ഒരു വോയിസ് കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയാവുന്ന ഒരു പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ അറിയാവുന്ന പോലീസുകാരൻ? ആ പോലീസുകാരന്റെ പേര് പുറത്ത് പറയണം, പുറത്ത് കൊണ്ടുവരണം, അന്വേഷിക്കണം. അങ്ങനെ ഒരു പോലീസുകാരനുമായിട്ട്, ഏത് പോലീസുകാരനുമായിട്ടാണ് ഷിംജിതയ്ക്ക് കണക്ഷൻ, കമ്പനി എന്നുള്ളൊരു കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ ദീപകിന്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ആദ്യം കേസ് കൊണ്ട് കൊടുത്ത സമയത്ത് പോലീസുകാർ കേസിടില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ, അവന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ, അവൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് ആ ഒരു സംഭവം ചവിട്ടി താഴ്ത്തി വെച്ചത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലുള്ളവരും നിങ്ങളെപ്പോലുള്ള ജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒത്തു പിടിച്ചപ്പോൾ ഇവന്മാർക്ക് വകുപ്പ് ഇടാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. മനസ്സിലായോ? ആ ഒരു അവസ്ഥയിലോട്ട് അവസാനം പോയി. അങ്ങനെയാണ് കേസ് ഇട്ടത്, അല്ലെങ്കിൽ ഇടത്തില്ല. ഇത് ഇത്രയും നമ്മളെപ്പോലുള്ളവന്മാരെല്ലാരും കൂടി വലിച്ചീറി ഒട്ടിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ജനങ്ങളും കമന്റ് ഇട്ട് ഈ ഒരു ലെവൽ ആക്കിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചർച്ചയാവത്തില്ല. ഇത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്തൊരു കേസായിട്ട് പോകുമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അരുൺ VR. ഇനി ഷിംജിത എന്ന് പറയുന്ന പുന്നാര മോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാർ I20 ആണ്. നല്ല കാർ. ഷിംജിത എന്ന് പറയുന്നവളും പുന്നാര മോള് പോട്ട് I20 ആണ് കാറ്. KL 57 69955. അതാണ് വണ്ടിയുടെ നമ്പർ. കണ്ടല്ലോ വണ്ടി നമ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി വണ്ടി ആരുടെ വണ്ടി എന്ന് നോക്കണം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടാം. ഈ പുന്നാര മോളെയൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നു? ഇവളൊക്കെ വലിച്ചെടുത്ത് ജീപ്പിൽ ഇടുക്കിയിലിട്ടോണ്ട് ചവിട്ടി കൂട്ടിയെടുത്തോണ്ട് പോകേണ്ട ടീമാണ്. അതിനെയൊക്കെ I20 ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് AC ഒക്കെ ഇട്ട് ഗുള്ളാന്ന് പോകുന്നുണ്ട്. കൊള്ളാം, നല്ലതാ. ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടാ. എന്താക്കാ വന്നാലും നാളെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഇതുപോലെ കൊണ്ടുപോകണം കാറിൻ്റെ അത്. അല്ലാണ്ട് എന്നെ GP കയറ്റി കൊണ്ടുപോകല്ലോ. അതെന്താ ഷിംജിതയ്ക്ക് വേറൊരു നിയമം ഉണ്ടാ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവക്ക് നല്ല പിടിപാടുണ്ട്. ഇവക്ക് വേണ്ടിയിട്ട് പല കൊമ്പന്മാരും വല വീശുന്നുണ്ട്. മീൻസ് ഇവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പലവന്മാരും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്ര കത്തിയത് കൊണ്ടാണ് ആർക്കും അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ പറ്റാത്തത്. കാരണം ഇവക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ചും കൊണ്ട് കൊണയടിച്ചോട്ട് വന്നു കഴിഞ്ഞാൽ വലിച്ചു കയറിയും കൊട്ടിക്കും. അതുള്ളത് കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയതുകൊണ്ടുമാണ് ഇവൾ ഇപ്പോഴും പെട്ടത്. അല്ലെങ്കിൽ ഇവളെ നൈസായിട്ട് ഊരിക്കൊണ്ട് പോകുമായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയയിലെ പവർ. ഇവിടെ ജെന്യുവനായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം അണ്ണാക്കി പിരിവെട്ടും. സാധാരണക്കാരായ ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ശക്തി കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ചുള്ളികൾ കൂട്ടി വെച്ചാൽ ശക്തി കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കൊമ്പന്മാരൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെ പോലെയുള്ള സാധാരണക്കാരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നാൽ മതി, ഈ കൊമ്പന്മാരൊക്കെ ഒടിഞ്ഞങ്ങ് വീഴും. അത് വേറെ സത്യം. ഇനി I20 ഈ KL 57 69955 ആരുടെ വണ്ടി? അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. I20 ആണ് സംഭവം. സംഭവത്തിന്റെ നെയിം ഓഫ് പോളിസി ഹോൾഡർ A ഇട്ടിട്ട് 2 സ്റ്റാർ ഇട്ടിട്ട് N ഇട്ടിട്ട് VR. അതായത് അപ്പൊ നമുക്കത് പൂരിപ്പിക്കുമ്പോൾ അരുൺ VR എന്ന് പൂരിപ്പിക്കാം. അതായത് കേസ് അന്വേഷിക്കുന്ന SIയുടെ പേര് അരുൺ VR. അതുപോലെ തന്നെ ഈ കൊണ്ടുപോയ കാറും അരുൺ VR. വാവ്, ഞാൻ വിചാരിച്ചു ഇവളുടെ കാറും ഇല്ലായിരിക്കും. ചിലപ്പോൾ അങ്ങനെയും കൊണ്ടുപോകും. നിങ്ങളൊരു കാര്യം ചെയ്യാത്തത്, അയ്യോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഷിംജിതല്ലേ, കാരവാൻ വിളിച്ചുകൊണ്ട് പോകാത്തത് പുന്നാര മോളെയൊക്കെ. ഓക്കെ, അങ്ങനെ അരുൺ VR എന്ന പേര് തന്നെയാണ് ഇവിടെ. അപ്പൊ AC ഒക്കെ ഇട്ട് അരുൺ ചേട്ടനാണ്, നമ്മുടെ SI സാറാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുന്നാര മോളെ എന്തിനാണ് SI സാറെ കാറിൽ കൊണ്ടുപോയത്? സാറിന്റെ കാറിൽ തന്നെ കൊണ്ടുപോയത്. ഇവള് നേരത്തെ പറഞ്ഞു വച്ചിട്ടും ഉണ്ടായിരുന്നു, എനിക്ക് അറിയാവുന്ന ഒരു പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരൻ സാറാണോ?
അവക്കറിയാവുന്ന പോലീസുകാരൻ അറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടി ഒത്ത കളിയാണല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനത്തെ ഒരു കേസ് ഒരാണായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവനെ നിങ്ങൾ മീഡിയക്കാരെല്ലാം വിളിച്ചു കൂട്ടി ആലാം ബാക്കി അവനെ വലിച്ചീർ ഒട്ടിച്ച് കൊണ്ടുപോകായിരുന്നു അല്ലേ. പക്ഷെ ഇവളെ നൈസായിട്ട് ആരും അറിയാണ്ട് രഹസ്യമായിട്ട് വന്ന് നൈസായിട്ട് മഫ്തിയിൽ വന്നിട്ട് അതും അവരുടെ കാറിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവളെ അത്രയും അവർ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കും, അത് മീഡിയക്കാരൊക്കെ വന്ന് നാട്ടുകാരെല്ലാം കൂടി ഇവളെ തല്ലിക്കൊന്നാലൊന്ന്. ഇങ്ങനെയുള്ള ഒരുത്തിയെ തല്ലിക്കൊന്ന ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, അത് അർഹതപ്പെട്ടവളാണ്. പക്ഷേ അവളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴരുത്. അവളെ ആ ഒരു രീതിയിൽ സംരക്ഷിക്കുന്നത് SI സാറിന്റെ മിടുക്കാണോ, SI സാറിന്റെ ആവശ്യമാണോ എന്താണെന്ന് അറിയില്ല. SI സാറിന്റെ സ്വന്തം കാറിലൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്നു, സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാണ് സാറേ ഇതുപോലുള്ള ഒരു പുന്നാര മോളെയൊക്കെ സാറുമാര് സംരക്ഷിക്കുന്നത്? സാറുമാരെ പോലുള്ളവരല്ലേ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടത്? ഇവളെയൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ലേ? എന്നാൽ ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുത്തില്ല, ഓക്കെ. പക്ഷെ സാർ എന്തിനാണ് ഇത്രയും രഹസ്യമായിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് സാർ അറിയുന്നു അല്ലേ? സാറിന്റെ കാറിൽ കൊണ്ടുപോകുന്നു. അപ്പൊ സാർ എങ്ങനെ അറിഞ്ഞു? സാർ എങ്ങനെ കണ്ടുപിടിച്ചു ഇവളവിടെ ഉണ്ടെന്ന്? സ്വയം കീഴടങ്ങിയതാണോ അവള്? അതോ ഇനി നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നീ ഇനി എന്തായാലും ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും നിനക്ക് പണി കിട്ടും, തൂക്കും, നീ അതുകൊണ്ട് കീഴടങ്ങിക്കോ, നമുക്ക് നൈസായിട്ട് ആരും അറിയാണ്ട് നിന്നെ ഒരു പോറൽ പോലും കൊള്ളിക്കാതെ ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയിക്കാതെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കോടതി വഴി നിനക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് റിമാൻഡിൽ പോയി എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നീ പെടും എന്ന് പറഞ്ഞ് ഉപദേശിച്ച് നൈസായിട്ട് ആരും അറിയാണ്ട് കാറി കയറ്റി കൊണ്ടുപോയതാണോ സാറേ? അറിയില്ല. ഒരു ഡൗട്ട് തോന്നിയതാ. കാരണം ഈ ഒരു കാറും പിന്നെ അതുപോലെ കേസ് അന്വേഷിക്കുന്ന സാറും ഒന്നായത് കൊണ്ട് ഒരു ഡൗട്ട് തോന്നിയതാ. പിന്നെ SI സാറിന്റെ കാറിന് കൂളിംഗ് ഒക്കെ ഒട്ടിക്കുക അല്ലേ? പുതിയ നിയമമായിരിക്കും, കുഴപ്പമില്ല. സാറിന്റെ ഗ്ലാസ്സിൽ കൂളിംഗ് ഒക്കെ ഒട്ടിക്കാം. സാധാരണക്കാർക്ക് ഒട്ടിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. നല്ലതാണ്. നിങ്ങൾ പോലീസുകാരല്ലേ, നിങ്ങൾക്ക് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ചാലേ കുഴപ്പമുള്ളൂ. അതങ്ങനെയാണ്. അപ്പൊ ഈ ഡൗട്ടുകൾ എനിക്കൊരു ഡൗട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട്. എന്തോ എവിടെ ചീഞ്ഞു നാട്ടമുണ്ട്. അതുപോലെ നല്ല കൊല കൊൻപന്മാരാണ് ഇവളെ സംരക്ഷിക്കുന്നതും ഇവൾക്ക് വേണ്ടിയിട്ട് അടി കൂടി പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം വാസ്തവമാണ്. അല്ലെങ്കിൽ ഇത്രയും സംരക്ഷണത്തിൽ ഇവളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടെത്തിക്കത്തില്ല. ജനങ്ങൾ അത്രയും പ്രതിഷേധത്തിലും രോഷാകുലരുമാണ്. ജനങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ പിന്നെ മറ്റേ പഞ്ഞി കൂട്ടായി വലിച്ചു കീറിയ പോലെ വലിച്ചു കീറും. ആ ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവും. അതാണ് ഇവൾ അർഹിക്കുന്നത്. പിന്നെ ഇവളൊക്കെ ഇഞ്ചിഞ്ചായിട്ട് നരകിച്ച് തീരണം. ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. ഇവളെയൊക്കെ അറസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ജയിലിൽ അയാതെ അടിയിലാ കൊണ്ടിട്ട് അവസാനം തൂക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു അപരാധി ഇതുപോലെ ഉണ്ടാവരുത്. ഒരു ആണിന്റെ ജീവിതവും വെച്ച് കളിക്കരുത്. ഇവിടെ എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ടാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ട്, എല്ലാ ആണുങ്ങൾക്കും അല്ല, നിരപരാധിയായ എല്ലാ ആണുങ്ങൾക്കും. അതായത് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അപരാധിയായിട്ടുള്ള ആണുങ്ങളും അല്ല, നിരപരാധിയായിട്ടുള്ള എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തി രക്തസാക്ഷി ആയിട്ടുള്ളത്. അത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ എന്റെ പുന്നാര മക്കളെ വിടില്ല. ഇനി പോട്ടെ, അടുത്ത നെക്സ്റ്റ് പേഷ്യൻ പ്ലീസ്. നമ്മുടെ അഖിൽമാരാണ് ഒരു അൽക്കുളുത്തനാണ്, ഒരു അല്പനാണ്, ഒരു അല്പത്തനം പിടിച്ചവനാണ്. സംഭവം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരമുള്ളവനാണ് ഈ അഖിൽമാരാണ്. ഞാൻ ഒരുപാട് കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേസിലും ദീപകിന്റെ കേസിലും എന്റെ പൊന്നുമാരാൻ ഉളുപ്പില്ല ഇങ്ങനെ പറയാൻ. രാഹുൽ ഈശ്വർ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല എങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ വെറും മ്ലേച്ഛമാണ്. രാഹുൽ ഈശ്വർ ഹീസ് എ സ്ട്രോങ് മാൻ. ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രോങ് മാൻ ആണ്. അത് മനസ്സിലാക്കുക. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ ഒരുപാട് പേര് ആ വ്യക്തിയെ പരിഹസിച്ചു, കളിയാക്കി, വലിച്ചു കീറി ഒട്ടിച്ചു. അങ്ങനെ ഒരു കോമാളി പീസായിട്ട് കണ്ടു. പക്ഷെ ഇന്ന് ആ വ്യക്തിയുടെ വിലയും നിലയും ജനങ്ങൾ അറിയുന്നു, തിരിച്ചറിയുന്നു. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരും ഇതുപോലത്തെ കമ്മീഷൻ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെന്നുള്ളൊരു കാര്യം ഇവിടെ ഇപ്പം നിലവിൽ ഉറപ്പു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? തന്നെ പോലെയുള്ള അല്പന്റെ കേസല്ല ഞാൻ പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കമ്മീഷൻ തുടങ്ങി മുന്നോട്ട് വരുന്നത്. നീതി ലഭിക്കണമല്ലോ. എന്തായാലും മാരാറ് പറ. സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു നീ അക്സെപ്റ്റ് ചെയ്യും? എന്തും ഓക്കെ, നിന്റെ വീട്ടില് നമ്മുടെ ആരെങ്കിലും ഒക്കെ വീട്ടില് ഇതുപോലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പൈസ കൊണ്ടു തന്നു കഴിഞ്ഞാൽ തീരത്തില്ല, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെന്ന് വെച്ചിട്ട് തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല. ഇപ്പൊ ഈ ദീപകിന്റെ കുടുംബം
ദീപക്കായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. ആ ആശ്രയം അത്താണിയുമാണ് ആ കുടുംബത്തിന് നഷ്ടമായത്. ഇനി ആ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ്. അവർക്ക് മുന്നോട്ട് ഒരു എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ജീവിക്കുന്ന കാലം അത്രയും അവർക്ക് പൈസ വേണം ജീവിക്കാൻ, അല്ലെ? അതിനു വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരും ടീമും വന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. പിന്നെ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയും. രാഹുൽ ഈശ്വർ ഫെയിമിനും റീച്ചിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ അങ്ങ് കൂട്ടിക്കോ, അതിനിപ്പോൾ വല്ല തെറ്റുണ്ടോ? പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു നിരപരാധിയാണ് ഈ രാഹുൽ ഈശ്വർ. അകത്ത് പോയി കള്ളക്കേസിൽ കുടുക്കി വാടപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം പിടിച്ചകത്തിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, രാഹുൽ ഈശ്വർ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. റൈറ്റ് ട്രാക്കിൽ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാരാർ തനിക്ക് ഉളുപ്പുണ്ടോ? അല്പത്തരം കാണിക്കരുത്. താൻ എന്തോ വലിയ കൊലകൊമ്പനാണെന്നുള്ളൊരു ചിന്ത വേണ്ട. തനിക്ക് മറ്റേ ശിംജിതയെ പോയി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ പോയി കുനിഞ്ഞിരി, അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഗുണമാണ് വർത്താനം പറയുന്നത്. മര്യാദ വർത്താനം പറയുന്നത് എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അല്ല, അവര് പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കാൻ അല്ല ആരാ പൈസ ആയിരിക്കാന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ആയിരിക്കാന്ന്. എന്നെ പൊന്നാണോ നീ? പിന്നെ പബ്ലിസിറ്റിക്ക് അല്ല പിന്നെ എന്നാ ഗീരവത്തിന് എവിടെ കിടന്ന കൊണ അടിക്കുന്നത്? ബാക്കി പറ. സഹായിക്കുന്നത് തെറ്റല്ല, ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ ഈശ്വർ പറഞ്ഞ വീഡിയോക്ക് 1.5 ലക്ഷം ലൈക്കും കണ്ട് ഞാൻ കണ്ടു. ദീപകിന്റെ മരണത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും കാശാക്കി മാറ്റാം. ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ഇതിനാണ് എനിക്ക് ഉത്തരം നിനക്ക് മെയിനായിട്ട് തരേണ്ടത്. ദീപകിന്റെ മരണം വേണമെങ്കിൽ എനിക്കും വിറ്റ് കാശാക്കാമായിരുന്നു, ഞാൻ മിണ്ടാതെ ഇരുന്നു. തനിക്ക് ഉളുപ്പുണ്ടോടാ? താൻ അപ്പോൾ ഈ സമൂഹത്തിൽ ഒരു വിഷയം സംസാരിക്കുന്നത് കാശിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണോ? ഇത്രയും നാള് താൻ സംസാരിച്ചിട്ടുള്ള ഓരോ വിഷയവും തന്റെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി മാത്രമാണോ? നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് ഏണിങ്സും കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഏണിങ്സ് ആവശ്യമാണ്. ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പൈസ തന്നെ വേണം, അല്ലാണ്ട് നമുക്ക് മറ്റേ വായുന്നെടുത്ത് തിന്നാൻ പറ്റത്തില്ല. പൈസ വേണം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെ തന്നെ പോലുള്ള ഉളുപ്പില്ലാത്തവന്മാർ വന്നിരുന്ന് പറയും. താനിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ താനിവിടെ പറഞ്ഞു വെക്കുന്നത്? താൻ വീഡിയോ ചെയ്യുന്നത് റീച്ചിനും പൈസയ്ക്കും വേണ്ടി മാത്രമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ ഇൻഡയറക്ട്ലി താൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ താൻ ഒരു വിഷയം ഏറ്റെടുത്ത് സംസാരിക്കുമ്പോൾ തനിക്ക് അതിൽ നിന്നും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ താൻ സംസാരിക്കത്തുള്ളൂ. തനിക്ക് ഉളുപ്പുണ്ടോടാ? നമ്മളൊന്നും അങ്ങനെയല്ലടോ. തന്നെ പോലെ ഇത്രയും ചീഞ്ഞ മൈൻഡ് സെറ്റും നമുക്കില്ല. ഇവിടെ ജനങ്ങൾ പ്രതികരിക്കാൻ വാക്കുകൊണ്ട് വീഡിയോ കൊണ്ട് ചെയ്ത് പ്രതികരിക്കാൻ കഴിയാത്തവർ അവരുടെ അഭിപ്രായം കമന്റിലൂടെ അവർ പ്രതികരിച്ചു. നമുക്ക് എത്ര പേര് കമന്റ് അയച്ചിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്ന 1 ലക്ഷം ലൈക്ക് ഉണ്ടായിരുന്നു താൻ പറഞ്ഞു. തനിക്ക് കണ്ടിട്ട് കണ്ണേടിയ, അതാണ് അതിന്റെ വിഷയം. അതിന്റെ കണ്ണേടിയ തനിക്ക് നല്ല ചൊറിച്ചിലുണ്ട്. താൻ പോയി ശിംജിതരെ അടിപ്പേരി എന്നിട്ട് പറയണേ പോ. കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത്. ഞാൻ ഇവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നികത്തി കൊടുക്കും? എന്റെ പൊന്നും പുന്നാരമാരർജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പോലീസുകാർ പോലും ഈ കേസ് എടുക്കാൻ താല്പര്യം കാണിച്ചില്ല. ദീപകിന്റെ കുടുംബവും ദീപകിന്റെ കൂട്ടുകാരും കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് പോലീസുകാർ പോലും കേസ് എടുത്തില്ല. FIR ഇടാൻ അവർ തയ്യാറായില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്രയും ചർച്ചയാക്കി. ആരാ ചർച്ചയാക്കിയ? താനാണോ ചർച്ചയാക്കിയ? ഇല്ല. താൻ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത നമ്മളെ പോലെയുള്ളവരുണ്ട്. പൈസ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പൈസ കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്ന സാധനവും മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അങ്ങനെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയായ ഒരു പുന്നാര മോളെ നമ്മൾ വലിച്ചു കീറി ഒട്ടിച്ച് വലിച്ച് പൊളന്നു വച്ചതിനെ തുടർന്നിട്ടാണ് കേസെടുത്തത്. സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് നമ്മൾ കത്തിച്ച് സകലമായ ജനങ്ങളും പ്രതിഷേധവുമായിട്ട് ഇറങ്ങി. എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ ഈ ഒരു കേസ് കുത്തിപ്പൊക്കണം, ഈ പുന്നാരമോളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമായി. ആ ഒരൊറ്റ കാരണം കൊണ്ടായിട്ടാണ് ഇവളെ അറസ്റ്റ് ചെയ്തത്. അത് തന്നെ പോലുള്ള ബോധമില്ലാത്തവർ ആദ്യം ഒന്ന് ചിന്തിക്കും. കേട്ടാ തനിക്ക് എല്ലാം റീച്ച് ആയിരിക്കും, കണ്ടന്റ് ആയിരിക്കും, പൈസ ആയിരിക്കും, ബാക്കി ഒന്നും താൻ ചിന്തിക്കുന്നുമില്ല. തന്നെ പോലെയുള്ളവന്മാരാണ് ഈ നാടിന് സത്യം പറഞ്ഞ ശാപം. ഉള്ള കാര്യം പറയാമല്ലോ. അയ്യോ കഷ്ടം. ഉളുപ്പുണ്ടോ മാരാറെ? ഉളുപ്പ് ഇല്ലെന്ന് മനസ്സിലായി. താനൊക്കെ എല്ലാം മോണിറ്ററി ബെനിഫിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടീമാണെന്ന് എനിക്ക് മനസ്സിലായടേ. എന്തായാലും കൊള്ളാം. നല്ല അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ വലിയ വായ്ത്താളങ്ങൾ അടിച്ച് കൊണയടിച്ച് നിൽക്കുന്നവനാണെന്നുള്ളൊരു ചർച്ച പുറമേ ഉണ്ട്. പക്ഷെ തൻ്റെ ഉള്ളിൽ ഇതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷെ ഇത് വെറും ഊളത്തനായിപ്പോയി. ദീപകിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചതാണോ തെറ്റ്? ഇതാണോ താൻ കണ്ട ഏറ്റവും വലിയ തെറ്റ്? തനിക്ക് ഉളുപ്പുണ്ടോ മാരാറെ? ഉളുപ്പുണ്ടോ? താനപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്, ഒരു വിഷയം സംസാരിക്കുന്നതും തനിക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെ? കൊള്ളാം. നമ്മളൊക്കെ വലിച്ചു കീറി നാളെ ആ പെണ്ണിന്റെ കുടുംബം കൊണ്ട് കേസ് കൊടുത്താലും നമുക്കറിയാം നമുക്ക് പണി കിട്ടുന്നു. പക്ഷെ കുഴപ്പമില്ലേ, ഈ ഒരു നായിന്റെ മോളുടെ പേരിൽ നമ്മളങ്ങ് തീരട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്.
ആ ഒരു ചങ്കറപ്പോടെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് പുല്ല്. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ തന്നെ പോലുള്ളവന്മാരുടെ കാര്യം കഷ്ടം തന്നെ. അൽക്കുലത്ത് അഖിൽമാരാറൊന്നും ചുമ്മാ അല്ല പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നടക്കി പോവും. അയ്യോ, ഓരോ 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 ഗതികെട്ട അവസ്ഥകളെ. ഇനി ഈ പുന്നാരമോളുടെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ. എനിക്ക് ഇന്നലെ ഞാൻ കൊടുത്തിരുന്നു, ഒന്നുകൂടി കൊടുക്കാം. മരണം വാർത്തിട്ടിട്ട് ഭയങ്കര ഷോക്കായി പോയി. ശരിക്കും ഒരു രംഗബോധമില്ലാത്ത കോമാളിയല്ലേ മരണം. സുഖത്തിന്റെ സന്തോഷത്തിന്റെയും ഒക്കെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു വന്ന് എല്ലാം തകർത്ത് കളയുന്ന ഒരു ശരിയായ ദുരന്തം. എന്തൊക്കെയായിരിക്കും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ അത് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾ. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് നിശ്ചലമാവുന്നത് പോലെ അങ്ങ് അവസാനിക്കും. ഇതിനാ നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൂടെയുള്ളവരുടെ നന്മകൾ കണ്ടെത്തി പറയുന്നതിന് പകരം കൂടെ ഉള്ളപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയോ അറ്റ്ലീസ്റ്റ് അവരെ കുറ്റം പറയാതിരിക്കെങ്കിലും ചെയ്യല്ലേ നമ്മള്. മോളെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് അവളെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നത്. കേട്ടല്ലേ അവള് പറഞ്ഞ വാക്കുകൾ പ്രവർത്തിച്ചതും കണ്ടല്ല. അവള് തീർത്ത് സൈക്കോളജിസ്റ്റ് പോലെ ഇവളും മറ്റേ ഇടയിൽ ഒന്നും പറയണില്ല. മാരാറേ, കുറച്ച് ഉളുപ്പാവാം, ജീവിതമല്ലേ, ഒരു ഉളുപ്പോടെ ജീവിക്കുക കേട്ടാ. ഇതുപോലത്തെ നായിന്റെ മക്കളെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഉള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കല്ലേ. ദീപക്കിന് വേണ്ടിയിട്ടും ദീപക്കിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും വീഡിയോ ചെയ്ത എല്ലാവരും മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് ഉദ്ദേശമെന്ന് തന്നെ പോലുള്ള ഒരു അല്പം വന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. താൻ എല്ലാ വീഡിയോയും ചെയ്യുന്നത്, എല്ലാ കണ്ടന്റും ചെയ്യുന്നത് മോണിറ്ററി ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ട് മാത്രമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. തന്നെ പോലെ നാറിയല്ല, തന്നെ പോലെ അല്പനുമല്ല, തന്നെ പോലെ എച്ചിയുമല്ല കേട്ടാ. എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാനം കിട്ടത്തില്ല. എന്തായാലും ഈ ഒരു നാറിയ പണിയൊന്നും അഖിൽമാരാറെ കാണിക്കരുത്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് താനൊന്നും ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വന്നിരുന്ന് തെണ്ടി തന്നെ വിളിച്ച് പറയരുത് കേട്ടാ. ഇത്രയും പറയണമെന്ന് പറഞ്ഞു. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.